സാക്ഷിയെ വിസ്തരിക്കുന്നതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം അവതരിപ്പിക്കാൻ എനിക്ക് പെർമിഷൻ തരണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. യുവർ ഓണർ, കേസ് നമ്പർ 118/2017 സിവിൽ കോടതിയിൽ നിലവിലുള്ള ഒരു കേസാണ്. ആ കേസുമായി ബന്ധപ്പെടുത്തി വേണം ഈ ക്രിമിനൽ കേസിന്റെ പശ്ചാത്തലത്തെ കാണാൻ. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഏതോ ഒരു സിവിൽ കോടതിയിൽ നിലവിലുള്ള ഏതോ ഒരു സിവിൽ കേസുമായി ഒരു കാരണവശാൽ ഈ കേസുമായി ബന്ധപ്പെടുത്താൻ അനുവദിക്കരുത് എന്നാണ് എന്റെ വിനീതമായ അപേക്ഷ. ആ സിവിൽ കേസും ഈ കേസും തമ്മിൽ എന്താണ് ബന്ധം? ബന്ധമുണ്ട് യുവർ ഓണർ. ആ കേസിലെ പ്രതിയും ഈ കേസിലെ പ്രതിയും ഒരാൾ തന്നെയാണ്. ആ കേസിലെ വാദിയും ഈ കേസിലെ വാദിയും ഒരാൾ തന്നെയാണ്. അന്നത്തെ സിവിൽ കേസിന് ആധാരമായ സംഭവങ്ങളുടെ പശ്ചാത്തലവും ഈ കേസും തമ്മിൽ ബന്ധമുണ്ട്. ആ കേസിൽ നിന്ന് വ്യത്യസ്തമായി ഈ കേസിനെ കാണാൻ കഴിയില്ല. ഈ കേസിലൂടെ മാത്രമേ ആ സിവിൽ കേസിന്റെ സത്യം കണ്ടെത്താൻ കഴിയൂ. മനസ്സിലായി. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. യുവർ ഓണർ, ഈ പ്രതി എന്റെ കക്ഷിയോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും കാണിച്ചിട്ടുള്ള ചതിയും വഞ്ചനയും മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് ദയ ഉണ്ടാവണമെന്ന് മാത്രമാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. എന്താണ് നിങ്ങളുടെ പേര്? എന്റെ പേര് വക്കീലിന് അറിയില്ലേ? എനിക്കങ്ങനെ നിങ്ങളെ കുറിച്ച് പലതും അറിയാം, പക്ഷെ കോടതിക്ക് അറിയണം. പറയൂ, നിങ്ങളുടെ പേരെന്താണ്? അവന്തിക, അതാണ് എന്റെ പേര്. നിങ്ങളും ഈ കേസിലെ വാദിയായ സച്ചിദാനന്ദന്റെ കുടുംബവും തമ്മിൽ എന്താണ് ബന്ധം? ഇപ്പോഴത്തെ ബന്ധമല്ല ഞാൻ ചോദിച്ചത്. 10 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നെല്ലിശ്ശേരി വീട്ടിൽ ആരായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ നെല്ലിശ്ശേരി വീട്ടിലെ മരുമകളായിരുന്നു. ആ വീട്ടിൽ വരുമ്പോ നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ എന്തായിരുന്നു? യുവർ ഓണർ, വാദിഭാഗം എന്തിനാണ് എന്റെ കക്ഷിയുടെ 10 വർഷം മുമ്പുള്ള സാമ്പത്തികാവസ്ഥ അന്വേഷിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യമുണ്ട് യുവർ ഓണർ. നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉടമസ്ഥനായ സേതുമാധവന്റെ മകന്റെ ഭാര്യയായിട്ടാണ് അവന്തിക എന്ന ഈ നിൽക്കുന്ന പ്രതി ആ വീട്ടിൽ വന്നത്. പക്ഷേ 10 വർഷങ്ങൾക്ക് ശേഷം നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസും ആ കുടുംബത്തിലെ മറ്റ് സ്വത്തുക്കളും എല്ലാം ചതിയിലൂടെ എന്റെ കക്ഷിയുടെ അച്ഛനായ സേതുമാധവന്റെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിയിട്ടാണ് ഇവർ പുതിയ കമ്പനി ഉണ്ടാക്കിയത്. ആ കമ്പനിയുടെ പേരാണ് അവന്തിക അസോസിയേറ്റ്സ്. എന്ന് പറഞ്ഞാൽ അവന്തിക അസോസിയേറ്റ്സ് എന്ന സ്വന്തം കമ്പനി തുടങ്ങാൻ ഇവർ ഉപയോഗിച്ചത് നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പണമാണ്. അത് തെളിയിക്കുന്ന രേഖകളെല്ലാം ഞാൻ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. ഒബ്ജക്ഷൻ യുവർ ഓണർ. കാര്യങ്ങൾ പറയട്ടെ വക്കീലേ. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. താങ്ക് യു യുവർ ഓണർ. സിവിൽ കോടതിയിൽ കിടക്കുന്ന ആ കേസിന്റെ മെറിറ്റിനെ കുറിച്ചല്ല ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. ആ പ്രോപ്പർട്ടി എഴുതി വാങ്ങുന്നതിൽ നടന്ന ചതിയെ കുറിച്ചാണ്. എന്റെ കക്ഷിയായ സച്ചിദാനന്ദനും ഭാര്യ അർച്ചനയും കൂടി ഒരു കുഞ്ഞിനെ ദത്തെടുത്ത വിവരം നിങ്ങൾക്ക് അറിയായിരുന്നില്ലേ? അറിയായിരുന്നു. അമ്മു എന്ന ആ കുഞ്ഞിന്റെ പേരിൽ സേതുമാധവൻ മരിക്കുന്നതിന് മുമ്പ് നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 10% ഷെയറുകളും മറ്റു ചില സ്വത്തുക്കളും എഴുതി വെച്ചത് നിങ്ങൾക്കറിയായിരുന്നോ? അത് എനിക്ക് അറിയാമോ ഇല്ലയോ? അതിന് മാത്രം ഉത്തരം പറഞ്ഞാ മതി. അറിയാം. ഒരു മൈനറുടെ പേരിൽ എഴുതി വെച്ച വിൽപത്രത്തിന്റെ സ്വത്തുക്കൾ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ പേരിൽ സേതുമാധവൻ എഴുതി വെക്കുന്നത്? യുവർ ഓണർ, യഥാർത്ഥത്തിൽ അന്ന് നടന്ന രജിസ്ട്രേഷൻ തന്നെ ഡിസ്മിസ് ചെയ്യപ്പെടേണ്ടതാണ്. ആൺമക്കളും ഒരു മകളുമുള്ള സേതുമാധവൻ
സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചിരുന്ന ആ വീട്ടിൽ ഒരു തരി സ്വത്ത് പോലും സ്വന്തം മക്കൾക്ക് എഴുതി വെക്കാതെ അത് മുഴുവൻ മരുമകളായ നിങ്ങളുടെ പേരിൽ എഴുതി വെക്കാൻ നിങ്ങൾ എന്ത് മാജിക്കാണ് ചെയ്തത്? ആ, ആ, അത് അച്ഛനോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്തതാ. എന്തിനായിരുന്നു ആ ഇഷ്ടം? ആ വീട്ടിൽ നിത്യവും കുടുംബകലഹം ഉണ്ടാക്കിയിരുന്നതിനോ? അതോ സ്വന്തം ഭർത്താവിനെ മാസങ്ങളോളം ഒരു മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചതിനോ? ഏ, യുവർ ഓണർ, ഒരാൾ തന്റെ ഇഷ്ടം കൊണ്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് പിന്നീട് എങ്ങനെ ചതിയാകും? ഈ കേസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നു. കേസ് അടുത്ത ഓഗസ്റ്റ് 12-ന് വീണ്ടും പരിഗണിക്കും. അതിനു മുമ്പ് അഡ്വക്കേറ്റ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കണം. കമ്മീഷൻ ആരാണെന്ന് കോടതി പിന്നീട് തീരുമാനിക്കും. താങ്ക് യു യുവർ ഓണർ.